1201 കന്നിമാസത്തിലെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതായത് ഉദരവ്യാധി മൂലം, വയറിനെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ മൂലം, വയറിന് പല അസുഖങ്ങളുണ്ട്. കുടൽ സംബന്ധമായ അസുഖങ്ങൾ, കരൾ സംബന്ധമായ അങ്ങനെ ധാരാളം അസുഖങ്ങൾ, വയറുമായിട്ട് ബന്ധപ്പെട്ട കിഡ്നിപരമായിട്ട് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാൽ വളരെയധികം കഷ്ടപ്പെടുന്നവർക്ക് ഈ മാസം മുതൽ ശാന്തി ലഭിക്കുന്നു. അവർക്ക് ഈ കിഡ്നി മാറ്റിവെക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് കാത്തിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഒരു സഹായിയെ കിട്ടുന്നതാണ്. ജോലിക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അതായത് നിങ്ങൾക്ക് വീട്ടിൽ ഉള്ളൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒരു ജോലിക്കാരെയോ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല ജോലിക്കാരിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സർക്കാർ ജോലിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ നിയമന ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഈ മാസം ലഭിക്കുന്നതാണ്. നാൽക്കാലികളുടെ വളർത്തി അവരുടെ ഉപജീവന മാർഗം പാല് കൊണ്ടോ ഇറച്ചി കൊണ്ടോ ഒക്കെ ഉപജീവനം നടത്തുന്നവർക്ക് ഈ മാസം നല്ല ലാഭം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കുന്നതാണ്. അതുപോലെ ശരീരത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും മറ്റും ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ്. ഇതിപ്പം കുറേ കാലം കൊണ്ടേ കിടന്നിട്ട് മുതുകിൽ ഉണ്ടായിട്ടുള്ള പുണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ മാസം മുതൽ ഉണങ്ങി അത് ഭേദമായി നിങ്ങൾക്ക് പൂർണ്ണ സുഖം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം നിങ്ങൾക്ക് ഏറെക്കുറെ ലഭിക്കുന്നു. അതായത് സകുടുംബസമേതം എല്ലാവരുമായിട്ടും ഈ വിദേശത്തോ സ്വദേശത്തോ പുണ്യസ്ഥലങ്ങളോ അല്ലാതെ ഉള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കുന്നതിനുള്ള വിനോദയാത്രകളും തീർത്ഥാടനവും നടത്തുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടി ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നു. ബന്ധുക്കളെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഒത്തുചേരുന്നു. അതുവരെ നിങ്ങൾക്ക് വളരെയധികം സഹായങ്ങൾ അവരിൽ നിന്ന് എല്ലാം ലഭിക്കുന്നു. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അവിടെ നിങ്ങൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ സ്വർണം, വെള്ളി മുതലായവ ആഭരണങ്ങളായിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ പല പ്രകാരത്തിലും നിങ്ങൾക്ക് ധനലാഭം പല വഴികളിൽ കൂടിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ഏറെ ഗുണഫലങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും അവിടെ നക്ഷത്രക്കാർക്ക് പക്ഷേ ചില ഗ്രഹങ്ങളുടെ മോശം രാശിയിലുള്ള സഞ്ചാരം മോശഫലങ്ങളും നമുക്ക് ലഭ്യമാകാം. കുംഭക്കൂറിലുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് 7.5 ശനിക്കാലമാണ്. അതിൻ്റേതായിട്ടുള്ള ചില ദോഷഫലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലം ധനനഷ്ടം വരാം. പക്ഷേ അത് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ സാധിക്കും. ശരീരത്തിന് ശക്തിക്കുറവ്, അതായത് ബലക്ഷയം വരുമെന്ന് തോന്നാം, അതും ശ്രദ്ധിക്കാം. അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും നിമിത്തം സ്ത്രീകൾക്കും മാനഹാനി വരാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം കരുതലോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വായിലും കുടലിലുമൊക്കെ പുണ്ണ് വരാനുള്ള സാധ്യതയുണ്ട്. അൾസർ പോലുള്ളതൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. മാനഭംഗം വരാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അത് നാൽക്കാലികളിൽ നിങ്ങൾ നാൽക്കാലി വളർത്തുന്നവരാണെങ്കിൽ അതിൽ ചില നാൽക്കാലികൾക്ക് ചില രോഗങ്ങൾ വന്നിട്ട് പാല് കറക്കുന്ന മൃഗമാണെങ്കിൽ പാല് കുറയാനും മറ്റു രീതിയിലും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതിനും വൈദ്യസഹായം നിങ്ങൾ തേടുക. നിങ്ങളുടെ വീട് കുടുംബ സ്വത്തുക്കൾ ഭാഗം വയ്ക്കാനുള്ള ഒരു തീരുമാനമാകുകയും നിങ്ങളുടേതായിട്ടുള്ള കുടുംബ വിഹിതം നിങ്ങൾക്ക് ഭാഗം വച്ച് ലഭിക്കുകയും ഈ മാസം ചെയ്യുന്നു. അതുപോലെ പക്ഷേ അത് വളരെ ശ്രദ്ധിക്കുക. അവിടെ ഈ കിട്ടാണ്ടിരിക്കാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് വഴക്കും ബഹളമൊന്നും ഉണ്ടാവാതെ ഒരു മധ്യസ്ഥനെ വെച്ചിട്ട് അത് ഭാഗം വെച്ചിട്ട് എല്ലാവർക്കും തുല്യവിഹിതമായിട്ട് വായിച്ചെടുക്കുക. അപ്പോൾ കാര്യം സാധിക്കാവുന്നതാണ്. വാശി പിടിച്ചാൽ ഒന്നും കിട്ടാണ്ട് വരേണ്ട ഒരു അവസ്ഥയും കാണുന്നുണ്ട്. അതുപോലെ തീ പൊള്ളൽ ഏക്കാണ്ട് ശ്രദ്ധിക്കുക. ഇലക്ട്രിസിറ്റിയിൽ നിന്നോ അല്ലാതെ തീയിൽ നിന്നോ ഒക്കെ പൊള്ളലേക്കാം, ശ്രദ്ധിക്കുക. ബന്ധുക്കളെ ചിലർ നിങ്ങളുടെ സംസാര രീതി മോശമായിരുന്നതിനാൽ അവരെ എതിർക്കേണ്ട സാധ്യതയെല്ലാം നിങ്ങളുമായിട്ട് പിണങ്ങേണ്ട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹോപദ്രവം ഏൽക്കാണ്ടും ശ്രദ്ധിക്കുക. അതുപോലെ കണ്ണിലും ഉദരത്തിലൊക്കെ വ്യാധികൾ വരാം. കണ്ണിലെ പുണ്ണും അല്ലെങ്കിൽ മറ്റുള്ള വ്യാധികളൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. അധികാരികളിൽ നിന്ന് ചില ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം വീട്ടിൽ റെയ്ഡോ അങ്ങനെയൊക്കെയുള്ളവ നടക്കേണ്ട ഒരു സാധ്യതയുണ്ട്. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമോ അല്ലാതെയൊക്കെ നിങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തേണ്ട ഒരു സാധ്യതയുണ്ട്. ദശാസന്ധികൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭ്യമാകാം. നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധികളോ മോശഗ്രഹങ്ങളുടെ ഗ്രഹപ്പകർച്ചയോ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതക പരിശോധന നടത്തുകയാണെങ്കിൽ അദ്ദേഹം
ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ പൂജ വല്ലതും വേണമെങ്കിൽ ചെറിയ പൂജകൾ നിങ്ങളാൽ കഴിയുന്നത് ചെയ്താൽ കുറേയൊക്കെ പരിഹാരം കണ്ടെത്താവുന്നതാണ്. നിങ്ങൾക്ക് വാസ്തുപരമായോ ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. ഈ കന്നിമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.